So next heading, Hamilton-Jacoby equation. Hamilton-Jacoby equation. ഇപ്പം നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് തുടങ്ങി, അതിനുശേഷം ലഗ്രാഞ്ചിയം പഠിച്ച് കഴിഞ്ഞ് സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് ഹാമിൽട്ടനെ എത്തി. ഹാമിൽട്ടൺ കഴിഞ്ഞ് പോയ്സൺ ബ്രാക്കറ്റ് പഠിച്ച് കഴിഞ്ഞ് കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ പഠിച്ച്, ഇനി അടുത്ത മെത്തേഡ് ഓഫ് സോൾവിങ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫൈൻഡ് ഔട്ട്, കാൽക്കുലേറ്റ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ചെയ്യാൻ വേണ്ടി ഈ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ സംടൈംസ് വാലിഡ് അല്ലാതെ വരും. എന്ന് പറഞ്ഞാൽ ഈ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ ക്യൂ കെ ടു ക്യാപിറ്റൽ ക്യൂ കെ ആൻഡ് സ്മോൾ പി കെ ടു ക്യാപിറ്റൽ പി കെ, ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തിയത്. ഒരു ഓൾഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ നിന്ന് ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം ക്യാപിറ്റൽ ക്യൂയിലേക്കും ക്യാപിറ്റൽ പിയിലേക്കും ട്രാൻസ്ഫോം ചെയ്യിപ്പിച്ചു കോർഡിനേറ്റ്സ്. എന്നിട്ട് നമ്മൾ അത് ഉപയോഗിച്ച് F1, F2, F3, F4 ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ടാക്കി. F1, F2, F3, F4 ആർ ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ക്യൂ ക്യൂ ടി, സ്മോൾ ക്യൂ ക്യാപിറ്റൽ പി ടി, സ്മോൾ പി ക്യാപിറ്റൽ ക്യൂ ടി, സ്മോൾ പി ക്യാപിറ്റൽ പി ടി. ഇവിടുത്തെ പ്രശ്നം എന്നായിരുന്നെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ എച്ച് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈമാണ്. H independent on time and all these coordinates are cyclic. അപ്പം ഒരു കോർഡിനേറ്റ് സൈക്ലിക് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് കോർഡിനേറ്റ്, ഇപ്പം ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ any cyclic coordinate that we can consider here, its conjugate momentum അല്ലെങ്കിൽ conjugate coordinate that will be a constant, and H is also independent to time. ഇവിടെയുള്ള ഇങ്ങനെയുള്ള കേസുകളിലായിരുന്നു കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ വാലിഡ് ആവുക. Now Hamilton-Jacoby equation, it is important for the Hamiltonian, and the total Hamiltonian or H is depend on time. So if any equation of motion or mechanical problem in which if H is depend on time, then the canonical transformation is not valid, and we are introduce a new theory for solving this type of problems with Hamiltonian H that is depend on time. H is equal to H of Q P T. ആ ടൈമിന് ഡിപ്പെൻഡൻസി ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഹിയർ we can write it as a new Hamilton. We can Hamilton-Jacoby equation ഉപയോഗിക്കുന്ന Hamilton H prime എടുക്കാം. Here H prime is equal to 0. H ആദ്യം നമ്മൾ പറഞ്ഞു ഹാമിൽട്ടൺ-ജാക്കോബിയിൽ H ഡിപ്പെൻഡ് ഓൺ ടൈം ആണ്, ആൻഡ് ടോട്ടൽ ഹാമിൽട്ടോണിയൻ 0 ആയിരിക്കും. ദെൻ ടോട്ടൽ ഹാമിൽട്ടോണിയൻ 0 ആണെങ്കിൽ പി ഡോട്ട് കെ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് പ്രൈം ബൈ ഡോ ക്യൂ കെ. ഡോ എച്ച് ബൈ ഡോ ക്യൂ കെ മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ കെ ആണ് പി ഡോട്ട് കെ. അപ്പം അത് 0 ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ പി കെ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കണ്ട, കറസ്പോണ്ടിങ് ഒരു ഡെറിവേറ്റീവ് ഓഫ് എനിത്തിങ് ഒരു 0 വാല്യൂ ആണെന്ന് പറയുമ്പോൾ ഇത് 0 ആയി. പി ഡോട്ട് കെ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് പി കെ 0 ആകും. ഡി ബൈ ഡി ടി ഓഫ് പി കെ 0 ആകും എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പി കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർ സിമിലർലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ക്യാപിറ്റൽ ക്യൂ ഡോട്ട് കെ. ക്യൂ ഡോട്ട് കെ ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി കെ
If it is 0, we can write it as capital QK is a constant. And here we write it as a new Hamiltonian for Hamilton-Jacoby equation. And this Hamiltonian, H prime, is equal to H plus dou F by dou T. That is taken as equation number 1. നമ്മൾ Hamilton-Jacoby equation consider ചെയ്യുന്ന new Hamiltonian H prime, that is equal to old Hamiltonian plus dou F by dou T. And where F is the generating function. നമ്മൾ നേരത്തെ F1, F2, F3, F4 അങ്ങനെ 4 ജനറേറ്റിംഗ് ഫംഗ്ഷൻ പഠിച്ചത്. ഓരോന്നിൻ്റെയും ട്രാൻസ്ഫോർമേഷൻ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു, ബാക്കി നിങ്ങൾ തന്നെ ഡിറൈവ് ചെയ്ത. QQT, QPT, small p capital QT, small p capital PT. So H prime is equal to H plus dou F by dou T. That is equation number 1. And നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഹാമിൽട്ടോണിയൻ 0 ആയിരിക്കും. That means H prime is equal to 0. Then we can write it as the RHS of equation 1 is equal to 0. RHS of equation 1 equal to 0. Then H plus dou F by dou T is equal to 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? H of QK PK T plus dou F by dou T is equal to 0. Actually, where F is the generating function, that is taken as equation number, this is taken as equation number 2, this is taken as equation number 3. അപ്പോൾ നമ്മൾ H prime is equal to H ന് വേരിയേഷൻ ഉണ്ട്, അത് H plus dou F by dou T ആണ്. H prime 0 ആണ്, so this term 0, this term 0 ആണ്, dou H plus dou F by dou T equal to 0. Therefore H of QK PK T plus dou F by dou T is equal to 0, where F is our generating function. Clear അല്ലേ ഇവിടം വരെ? അശ്വതി, സ്റ്റെപ്പുകൾ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? അഞ്ജലി, ഹലോ. മനസ്സിലായി സർ. ഓക്കെ. H prime, അതായത് കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷന്റെ പോരായ്മ അതിനകത്ത് എച്ചിനകത്ത് ടൈം ഡിപ്പെൻഡൻസി ഇല്ലായിരുന്നു. ടൈം ഡിപ്പെൻഡൻസി ഉള്ള ഹാമിൽട്ടൺ-ജാക്കോബി ഇക്വേഷൻ വേണം നമുക്ക്. അപ്പോൾ നമ്മൾ H prime എന്ന് പറഞ്ഞൊരു ഹാമിൽട്ടോണിനെ എടുത്തു, അതിനെ 0 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തു. ആ ഹാമിൽട്ടോൺ എന്ന് പറഞ്ഞാൽ H plus dou F by dou T ആണ്. അപ്പോൾ ആ ടൈം 0 ആയി. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. നൗ നമുക്കറിയാം പല ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? F1, F2, F3, F4 4 പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ സെക്കൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എടുക്കുക, F2. ഒന്ന് നോക്കിയാൽ F2 ഏതായിരുന്നെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? F2 is equal to, consider generating function F2. F2 is equal to F2 of ഏതായിരുന്നു? അല്ലെങ്കിൽ QK ക്യാപിറ്റൽ PK T. എന്നിട്ട് നമുക്ക് അവിടെ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാ കിട്ടിയത്? PK is equal to small pk is equal to dou F2 by dou QK. അങ്ങനെയല്ലായിരുന്നു കിട്ടിയത്? ഹലോ, അത് സോൾവ് ചെയ്തപ്പോൾ അങ്ങനെയല്ല നമുക്ക് കിട്ടിയത്. ഓക്കെ, താങ്ക് യു. സോ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എടുക്കാം. So we can substitute according to the second generating function small pk in equation number ഇവിടെ കണ്ട H-നകത്ത് pk substitute ചെയ്യാം. So നമ്മുടെ equation become H is equal to H of QK dou F2 by dou QK T plus dou F2 by dou T, that is becomes 0. That is taken as equation number 5. ഇനി F2 നമുക്ക് അറിയാം, F2 of QK PK T ആണെങ്കിൽ dF2 by dt നമുക്ക് കാണാം അല്ലേ? dF2 by dt ഡെറിവേറ്റീവ് എടുക്കാൻ ആദ്യം
Dou F2 by dou QK into Q dot K. Dou F2 by dou QK into Q dot K plus and a summation over K equal to 1 to N കൊടുത്തേര്. Summation over K equal to 1 to N. Dou F2 by dou QK, dou PK into capital P dot K plus dou F2 by dou T. It is equation number 6. അപ്പോൾ നമ്മൾ H എടുത്തു, Hനകത്തെ F2 ജനറേറ്റിംഗ് ഫംഗ്ഷൻ വെച്ച് എഴുതി, എന്നിട്ട് F2 എടുത്തു, എന്നിട്ട് അതിൻ്റെ dF2 by dt ഉണ്ട്. That is equation number 5 and 6. And consider capital P dot K is equal to 0. Consider capital P dot K is equal to 0. Capital P dot K 0 ആണെങ്കിൽ, if capital P dot K is equal to 0, then equation number 6 എങ്ങനെയാകും? ഇതിനകത്തെ ഈ ടേം 0 ആകും. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ നമുക്ക് 0 ആയിട്ട് കൊടുക്കാം. So dF2 by dt, dF2 if P dot K is equal to 0, dF2 by dt is equal to summation over K equal to 1 to N. ഈ ഒരു ടേം ഉണ്ട്. Dou F2 by dou QK into Q dot K plus dou F2 by dou T. Now, ഇനി ഇതില് ഈ ടേം dou F2 by dou QK, നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 എന്ത് ചെയ്യും? കണ്ടോ? അതിന് പകരം PK എന്ന് കൊടുക്കാം അല്ലേ, ഫ്രം ഇക്വേഷൻ നമ്പർ 4 നിന്ന്. ഇനി dou F2 by dou T നെ ഇക്വേഷൻ നമ്പർ 5 നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേം ഇങ്ങിട്ട് H ഇപ്പുറത്തോട്ട് പോകും. അപ്പം -H ആവും. -H എന്ന് കൊടുക്കും. അങ്ങനെയെങ്കിൽ dF2 by dt is equal to summation over K equal to 1 to N PK Q dot K minus H എന്ന് കിട്ടി. നമുക്കറിയാം summation over PK Q dot K minus H എന്നാണ്? ഗ്രീഷ്മ? L. Very good. H is equal to summation over PK Q dot K minus plus H. H is equal to summation over PK Q dot K minus L ആണ്. അപ്പം PK Q dot K minus H is equal to capital L or total Lagrangian. So that is equal to summation over K is equal to 1 to N. So total Lagrangian of the system, that we can write it as capital L. So dF2 by dt is equal to capital L. So ഇതിനകത്ത് F എങ്ങനെ കാണാം, F2 എങ്ങനെ കാണാം? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. So F2 is equal to integral L dt. Now take it as integral L dt as capital S, and that is equation number 7. Integral L dt അല്ലെങ്കിൽ F2 is equal to integral L dt is equal to capital S, that is equation number 7. അവിടെ വരെ ക്ലിയർ അല്ലേ? Derivation, any doubt? Is it clear? Gopika? Okay. നമ്മൾ ഇക്വേഷൻ നമ്പർ 7ൽ F2 പകരം S എന്ന് കിട്ടി. അപ്പൊ F2 പകരം S എന്നായി. അതാണ് ഇക്വേഷൻ നമ്പർ 7. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 5 നമുക്ക് റീപ്ലേസ് ചെയ്യാം. F2 പകരം ഇവിടെ S എന്ന് കൊടുക്കാം. സോ അപ്പൊ എങ്ങനെയാകും? Rewrite equation number 5. So H of QK, F2 വരെ S എന്ന് പറയും, dou S by dou QK T plus dou S by dou T, that is equal to 0. This is equation number 8, and this is called the Hamilton-Jacoby equation. ഇതാണ് Hamilton-Jacoby equation. ഇവിടം വരെയും ഡിറൈവ് ചെയ്യണം ഹാമിൽട്ടൺ-ജാക്കോബി ഇക്വേഷനിലെ ഹാമിൽട്ടൺ-ജാക്കോബി മെക്കാനിസം അല്ലെങ്കിൽ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ.
h plus dou s by dou t equal to 0. അപ്പം അങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കുക, h plus dou s by dou t equal to 0. അപ്പൊ എസ് കൂട്ടി തന്നെ ജനറേറ്റീവ് ഫംഗ്ഷൻ അകത്ത് വരും. അപ്പം ക്യു കെ പി കെ ടിക്ക് പകരം എച്ച് ഓഫ് ക്യു കെ ഡോ എസ് ബൈ ഡോ ടി ആവും. ആ എസ് എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഫ് ടു. അങ്ങനെ തിരിച്ച് ഓർക്കണം. എച്ച് പ്ലസ് എച്ച് ഓഫ് ക്യു കെ ഡോ എഫ് ടു ബൈ ഡോ ക്യു കെ ടി പ്ലസ് ഡോ എഫ് ടു ബൈ ഡോ ടി ഈക്വൽ ടു 0, ഓർ എച്ച് ഓഫ് ക്യു കെ ഡോ എസ് ബൈ dou qk t plus dou s by dou t is equal to 0. Now we can find out the solution. അല്ലേ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, എസിന്റെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഈസിലി ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ നമ്മൾ എസിന്റെ ഇക്വേഷനിൽ നിന്ന് h plus dou s by dou t is equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we can find out the solution of S. So the solution of S equal to S of, നോക്കണം, Q alpha t. നമ്മളപ്പം P എന്ന് പറയുന്ന മൊമെന്റത്തിനെ വീണ്ടും മാറ്റിയത് Q ആൽഫ ടി എന്നാക്കി. ഇവിടെ എസ് ഈക്വൽ ടു നമുക്ക് Q1 S equal to S of Q1, Q2, etc. Qn, alpha 1, alpha 2, etc. alpha n t എന്ന് എഴുതാം. അറിയാവുന്നതാണ് അല്ലേ? ഇത്ര ജനറലൈസ്ഡ്. If there are n generalized coordinates, we can write in terms of this like this, where alpha 1, alpha 2, etc. alpha n are n constant of integrations. In constant of integrations. And നമുക്കറിയാം ഇവിടെ മൊമെന്റം ആണ് ക്യൂ പി ടി, എഫ് ടുവിൽ ക്യാപിറ്റൽ പി അവിടെ. സോ ക്യാപിറ്റൽ പി കെ ഇസ് ഈക്വൽ ടു ആൽഫ കെ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9. Now our last ചാപ്റ്ററിൽ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനകത്ത് നമ്മൾ സ്മോൾ പി കെ ഈക്വൽ ടു ഡോ എഫ് ടു ബൈ ഡോ ക്യു കെ എന്ന് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യു കെ ഇസ് ഈക്വൽ ടു ഡോ എഫ് ടു ബൈ ഡോ പി കെ എന്ന് ചെയ്തായിരുന്നു. അങ്ങനെ 3 സൊല്യൂഷൻ എഫ് ടുവിന്റെ കേസ് കിട്ടി. അതിന്റെ എച്ച് പ്രൈം മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു ഡോ എഫ് ടു ബൈ ഡോ ടി എന്ന് കിട്ടി, കൺസിഡറിങ് എഫ് ടു. സോ ഇതിനകത്ത് ക്യാപിറ്റൽ ക്യു കെ ഇസ് ഈക്വൽ ടു ഡോ എഫ് ടു ബൈ ഡോ പി കെക്ക് പകരം ഡോ എസ് ബൈ ഡോ ക്യാപിറ്റൽ പി കെ, and that is taken as beta k. So that is equation number 10. ഇപ്പൊ പുതിയ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ ഇത് എച്ച് പ്ലസ് ഡോ എസ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു 0. അവിടെ എസ് എന്ന് പറയുന്ന എസ് ഓഫ് ക്യൂ ആൽഫ ടി ആണ്. അവിടെ ആൽഫ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ പി കെ, ആൻഡ് ക്യാപിറ്റൽ ക്യൂ കെ എങ്ങനെയാണ്, ബീറ്റ ആണ്. അത് എസിന്റെ ടൈമിൽ ഡോ എസ് ബൈ ക്യാപിറ്റൽ പി കെ ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി the solution of the Hamilton-Jacobi equation. So this equation can be solved by this way, and we obtain the constant alpha and beta. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഫ് ടു ഓഫ് ക്യൂ പി ടി, ക്യാപിറ്റൽ പി ടി, അതിനെ നമ്മൾ എസിന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ക്യൂ കെ ഡോ എസ് ബൈ ഡോ ക്യൂ കെ ടി പ്ലസ് ഡോ എസ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ. അത് സോൾവ് ചെയ്ത് നമുക്ക് എസ് കണ്ടുപിടിക്കണം. സോ ദിസ് ഈസ് എ സൊല്യൂഷൻ. എസ് ഈസ് ഈക്വൽ ടു എസ് ഓഫ് ക്യൂ ആൽഫ ടി. ആൽഫ ഈസ് എൻ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ, and alpha is equal to capital PK and beta is equal to capital QK. So
ഇവിടെ QK is equal to, and here QK is equal to QK of alpha beta T എന്ന് എടുക്കാം അല്ലേ? ഇപ്പം നമ്മൾ QKക്ക് പകരം നമ്മൾ QK ഓഫ് പുതിയ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറുവാണ്. അപ്പോൾ നമ്മൾ 3 കോൺസ്റ്റന്റ് സിസ്റ്റം ഇവിടെ പറഞ്ഞു. ആൽഫ ഒന്ന് ക്യാപിറ്റൽ പി. ഇപ്പം QK is equal to QK ഓഫ് ക്യാപിറ്റൽ പി ക്യാപിറ്റൽ QT എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിന് പകരമുള്ള കോൺസ്റ്റന്റുകളൊക്കെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൽഫ ബീറ്റ എന്ന് വരും. സോ QK is equal to, if QK is equal to QK of alpha beta T, then that is equal to QK of alpha 1, alpha 2, etc. alpha n, and beta 1, beta 2, etc. beta n T. Similarly, small q capital PT, but capital PK, that is equal to capital PK of similar coordinates alpha 1, alpha 2, etc. alpha n, and beta 1, beta 2, etc. beta n T. And here ഈ പിയിലും ക്യൂവിലും അല്ലെങ്കിൽ ക്യാപിറ്റൽ പി കെയിൽ ആൽഫ. സോ ക്യാപിറ്റൽ പി കെ ഈസ് ഈക്വൽ ടു വേർ ക്യാപിറ്റൽ പി കെ ഈസ് ഈക്വൽ ടു ആൽഫ. ആൻഡ് ഹിയർ എസ് ഈസ് ദ generating function. Alpha and beta are the canonical transformation constant. Canonical transformation constant in Hamilton-Jacoby equation. നമ്മൾ നേരത്തെ അതിനകത്ത് QPT പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് മൊമെൻറ്റം കണ്ടുപിടിക്കും. കോൺജുഗേറ്റ് മൊമെൻറ്റം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഒരു കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ കോൺജുഗേറ്റ് മൊമെൻറ്റം ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഇവിടെയും ഹാമിൽട്ടൺ-ജാക്കോബി ഇക്വേഷൻ എടുക്കുന്നു. എസ് അതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. ആൽഫയും ബീറ്റായുമാണ് അതിൻ്റെ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ കോൺസ്റ്റന്റ്. ആൻഡ് ഇനി നമ്മൾ മെക്കാനിസത്തിൽ ഇപ്പം ആദ്യം നമ്മൾ ന്യൂട്ടോണിയൻ, ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ, അതിനുശേഷം പോയിസൺ ബ്രാക്കറ്റ്, പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, ഇപ്പോൾ ഹാമിൽട്ടൺ-ജാക്കോബി ഇക്വേഷൻ. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള മെക്കാനിക്കൽ പ്രോബ്ലങ്ങളെ നമുക്ക് സോൾവ് ചെയ്യണം. സോ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹാർമോണിക് ഓസിലേറ്റർ പ്രൂവ് ചെയ്യും. ഓക്കെ.